നമ്മൾ പുതിയൊരു പാഠത്തേക്ക് പോവുകയാണ് കേട്ടോ. ഡെസിമൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞ ഒരു പുതിയ ചാപ്റ്ററിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾ നോട്ട് ബുക്കിൽ മുമ്പത്തെ ചാപ്റ്ററിൽ കറക്റ്റായിട്ട് എഴുതി കിട്ടണം. ഇതും അതേപോലെ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വെക്കുക. ഫസ്റ്റ് തന്നെ ഒരു ട്രയാങ്കിൾ പ്രോബ്ലമാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അവിടെ അനൂപ് എന്ന് പറയുന്ന ഒരു കുട്ടി 3 സ്റ്റിക്കുകൾ ഉപയോഗിച്ച് 4 സെൻറ്റിമീറ്റർ വീതമുള്ള 3 സ്റ്റിക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു ട്രയാങ്കിൾ നിർമ്മിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചത്. എന്താണ് പെരിമീറ്റർ? വാട്ട് യു മീൻ ബൈ പെരിമീറ്റർ? പെരിമീറ്റർ എന്ന് വെച്ചാൽ അതിൻ്റെ ചുറ്റളവ് എന്ന് വെച്ചാൽ ടോട്ടലായിട്ടുള്ള ആ സ്റ്റിക്കിൻ്റെ ടോട്ടൽ വലുപ്പമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 4 ആണ് ഒരു സ്റ്റിക്കിൻ്റെ, അല്ലേ? ആ 3 സ്റ്റിക്കുണ്ട്. അപ്പോൾ 4 × 3 എത്രയാ? 12 എന്ന് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സുമ എന്ന് പറയുന്ന ഒരാൾ 4.3 സെൻറ്റിമീറ്ററുള്ള സ്റ്റിക്കാണ് ഉപയോഗിച്ചതെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം 4.3 + 4.3 + 4.3 12.9 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഇനിയും വീണ്ടും ഇങ്ങനെ ആഡ് ചെയ്യണം. പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ × 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ 43 × 3, ഇത് പറഞ്ഞ പോലെ 44 × 3 ആൻഡ് 4.3 × 3. അപ്പോൾ എങ്ങനെയാണ് 4.3നെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അടുത്ത പ്രോബ്ലം. അപ്പോൾ നോക്കാം കേട്ടോ. ഓക്കെ, 4.3 നമുക്ക് എങ്ങനെ എഴുതാം? 3/10 എന്ന് എഴുതാം. കാരണം പോയിൻറ്റിൻ്റെ അപ്പുറത്ത് വരുന്ന ആളുകളെല്ലാം /10 എന്ന് കൊടുത്താൽ മതി. അപ്പോൾ 4.31 എന്നാണെങ്കിലോ, അപ്പോൾ എന്തെടുക്കണം? 31 / 100. ഓക്കെ, അതുപോലെ കൊടുക്കുക. അപ്പോൾ 43/10 എന്ന് കൊടുത്തു. 43/10 എന്ന് നമുക്ക് കിട്ടി. 43/10 എന്ന് കിട്ടി. ഓക്കെ, യെസ്. സോ 3 × 43/10 എന്ന് പറഞ്ഞാൽ 129. 43നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 129 × 10 12.9 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ക്ലോത്ത് പ്രോബ്ലമാണ്. ക്ലോത്ത് പ്രോബ്ലം ഇതേപോലെ തന്നെ ഒരു കുട്ടിക്ക് ഷർട്ട് ഉണ്ടാക്കണം, ഒരു ബോയ്ക്ക് ഷർട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1/4, അതായത് 1.45 മീറ്റർ ക്ലോത്ത് വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 34 കുട്ടികൾക്ക് ഷർട്ട് ഉണ്ടാക്കണമെങ്കിലോ 34 ബോയ്സ്. നോട്ട് ബുക്കിൽ കറക്റ്റ് ചെയ്താൽ ക്ലോത്ത് പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഇത് രണ്ടും എഴുതാം കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക? 1.45 34 മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? 1.45 എന്നുള്ള സ്ഥലത്ത് 145 എന്ന് കൊടുക്കുക. ഓക്കെ, പോയിൻ്റ് നിങ്ങൾ കളയൂ. 145 × 34 = 4930 എന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഈ 4930നെ ഇത് 145/100 എന്നായിരിക്കും ഇത് കേട്ടോ. കാരണം 145/100, അതായത് 145/100 എന്ന, കാരണം ഇവിടെ 2 പോയിൻറ്റുകളുണ്ട്. 2 പോയിൻ്റ് എന്നുണ്ടെങ്കിൽ 100, 1 പോയിൻ്റാണ് 10, 3 പോയിൻ്റാണ് 1000. അപ്പോൾ 0ൻ്റെ എണ്ണം കൂടാണ് വരിക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? ഈ 4930നെ 100 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? 49.30 എന്നുള്ള ആൻസർ കിട്ടും. അതാണ് നമ്മളെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതൊന്ന് നിങ്ങളൊന്ന് റെഡിയാക്കി വെക്കുക. ബാക്കി കാര്യങ്ങൾ അടുത്ത ചാപ്റ്ററിൽ അടുത്ത ക്ലാസ്സിലെടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതിൽ എന്ത് ചെയ്യും? ഒന്നുകൂടി ഉഷാറായിട്ട് നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ ബേസാണ്. ഇനി നമ്മൾ സ്പീഡിലായിരിക്കും പോവുക കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനനുസരിച്ച് നിൽക്കുക. ഇത് ബേസ് പെട്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.